നമസ്കാരം. എല്ലാ വാഹന ഉടമകളും ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഗതാഗത വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ എല്ലാ വാഹന ഉടമകൾക്കുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 അറിയിപ്പുകൾ, നിർണായകമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും അവരറിയാതെ പിഴ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ വന്നേക്കാം. മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഗതാഗത വകുപ്പിൽ കൃത്യമാക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. കാരണം വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. നിയമലംഘനം നടത്തിയതും അതിന് പിഴ ചുമത്തിയതും സമയത്ത് അറിയാതെ ഉടമ ഒടുവിൽ കോടതി കയറേണ്ട സാഹചര്യം വരെ ഉണ്ടാകും. എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം റോഡുകളിൽ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകൾ വഴിയാണ് ഇപ്പോൾ വീടുകളിലേക്ക് വാഹന ഉടമകൾക്ക് ചെല്ലാൻ രൂപേണ പിഴ എത്തുന്നത്. പക്ഷേ AI ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. പിഴ അടയ്ക്കണം എന്ന സന്ദേശം വന്നാൽ ഓൺലൈനായിട്ട് പണം അടയ്ക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഒന്ന് ആദ്യമേ ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ പരിവാഹൻ സേവാ വെബ്സൈറ്റിനും ഇപ്പോൾ വ്യാജൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാഹന ഡീറ്റെയിൽസ് എന്നിവയൊക്കെ മറ്റു മാർഗങ്ങളിലൂടെ കൈക്കലാക്കിയാണ് നിങ്ങളുടെ ഫോണുകളിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ അയക്കുന്നത്. മോട്ടോർ വാഹന നിയമം ലംഘിച്ചിട്ടുണ്ടെന്നും പിഴയടയ്ക്കണമെന്നും കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കാണ് ആദ്യം സന്ദേശം വരിക. ഇതിനൊപ്പം തന്നെ പിഴയടയ്ക്കാനുള്ള വെബ്സൈറ്റ് ലിങ്കും ഉണ്ടാകും. ഇതിലേക്ക് കയറിയാൽ വ്യാജ വെബ്സൈറ്റിലേക്കാകും നിങ്ങൾ എത്തുക. നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ ചെല്ലാൻ മുഖേന ട്രാഫിക് നിയമലംഘനങ്ങളുടെയൊക്കെ പിഴ അടയ്ക്കുമ്പോഴും വ്യാജ വെബ്സൈറ്റുകളെ നിങ്ങളെല്ലാവരും തന്നെ കരുതിയിരിക്കേണ്ടതാണ്. സമാന പേരുള്ള പല വെബ്സൈറ്റുകളുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ചെറിയ തുകയായതിനാൽ തന്നെ പലരും ഇതിൽ പരാതി നൽകാറില്ല. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ വഴി പിഴ അടയ്ക്കാനുള്ള സംവിധാനം വന്നതോടെയാണ് പുതിയ തട്ടിപ്പുകളും ഇപ്പോൾ വരുന്നത്. നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാൻ ഗതാഗത മന്ത്രാലയത്തിൻ്റെ പരിവാഹൻ സേവ എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ചെല്ലാൻ.പരിവാഹൻ.gov.in എന്ന ലിങ്ക് വഴിയോ മാത്രമേ നിങ്ങളെല്ലാവരും തന്നെ ശ്രമിക്കാവൂ. ചെല്ലാൻ നോട്ടീസിൽ ഒരു QR കോഡ് ഉണ്ടാകുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് പിഴ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാൽ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കേണ്ടതാണ്. മാത്രമല്ല, പിഴയുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാനത്തെ 60% വാഹന രേഖകളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. നിയമലംഘനം നടത്തിയതും അതിന് പിഴ ചുമത്തിയതും സമയത്ത് നിങ്ങൾ അറിയാതെ വന്നാൽ ഉടമ ഒടുവിൽ കോടതി കയറേണ്ട സാഹചര്യം വരെ ഉണ്ടാകും. പിഴ ചുമത്തിയാൽ 3 മാസക്കാലമാണ് ഓൺലൈനായിട്ട് പിഴ അടയ്ക്കുവാനായിട്ട് അവസരമുള്ളത്. അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായിട്ട് തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറുന്നതായിരിക്കും. പിന്നെ കോടതി നടപടി കഴിഞ്ഞേ നിങ്ങൾക്ക് പിഴ തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. വാഹനം വിൽക്കുക അല്ലെങ്കിൽ ഈട് നൽകി വായ്പയെടുക്കുവാൻ ശ്രമിക്കുക, ഇനി അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുപോവുക, മോട്ടോർ വാഹന വകുപ്പിൽ മറ്റ് സേവനങ്ങൾക്കായിട്ട് സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിലാണ് ഉടമ വെട്ടിലാകുന്നത്. നിയമലംഘനത്തിനുള്ള ചെല്ലാൻ അയക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാലതാമസം വരുത്തുന്നതും ഉടമകൾക്ക് പ്രശ്നമാകുന്നുണ്ട്. 3 മാസം പൂർത്തിയായ ശേഷം ചെല്ലാൻ ലഭിച്ചാൽ വെർച്വൽ കോടതി വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്നതായിട്ടും പരാതികളുണ്ട്. 2023 ജൂൺ മുതൽ ഒക്ടോബർ വരെ 74.32 ലക്ഷം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെങ്കിലും 21 ലക്ഷത്തിന് മാത്രമാണ് ചെല്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതാണെങ്കിൽ ചിലരുടെ നമ്പർ തെറ്റി നൽകിയതാണ് മറ്റൊരു പ്രശ്നവും. ക്യാമറകളും അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ചെല്ലാൻ മുഖാന്തരമുള്ള പിഴയുടെ സന്ദേശം ഇതോടെ ഉടമയ്ക്ക് കിട്ടാതെ പോകുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾക്കായിട്ട് പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയതെന്ന് ഉടമകൾ അറിയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ വാഹന ഉടമകളും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, ജാഗ്രത പുലർത്തേണ്ടതാണ്. എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.